നമസ്കാരം. നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് സിനിമയും സിനിമാക്കാരും സിനിമാ നടന്മാരും സിനിമയിൽ അഭിനയിക്കുന്ന നല്ല നടികളെയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സിനിമയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു എൻജോയ്മെൻ്റ് എന്ന് പറയാം. വേറൊരു എൻജോയ്മെൻ്റ് ഇല്ലാത്ത കാരണം സിനിമയാണ് നമ്മുടെ ഒരു എൻജോയ്മെൻറ്റ്. സിനിമാ രംഗം ആകെ നശിച്ച് നാറാണക്കല്ല് പറിച്ചിരിക്കുക. ജൂൺ 1 മുതൽ സിനിമ കംപ്ലീറ്റ് ബ്ലോക്കാവാൻ പോവുക. സിനിമ നിർത്തുക. സിനിമ പ്രൊഡ്യൂസർമാർ ഇനി സിനിമ ചെയ്യുന്നില്ല, പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യാത്തത്? അവർക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സഹായം കിട്ടുന്നില്ല. അവർ കോടികൾ മുടക്കി പടം എടുത്തിട്ട് അത് OTT വേണ്ട, തിയേറ്ററിൽ ഒരു നല്ല കളക്ഷൻ വരുന്ന പടങ്ങൾ മാത്രം അവർ ചോദിക്കുന്ന വിലയ്ക്ക് നമുക്ക് കൊടുക്കേണ്ടി വരും. കൊടുത്താൽ മാത്രം പോരാ, അവരാ പൈസ ഒരുമിച്ച് തരൂല്ല. അവരത് 10 പ്രാവശ്യം 15 പ്രാവശ്യം അല്ലെങ്കിൽ 4 മാസം 5 മാസം 6 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ പൈസ OTT എടുക്കുന്ന പൈസ അവർ ഈ OTT തിരിച്ചു കൊടുക്കുന്നത്. അങ്ങനെ പൈസ കിട്ടിയിട്ട് ഒരു പ്രൊഡ്യൂസർക്ക് എങ്ങനെ നിലനിൽക്കാൻ പറ്റും? പടങ്ങളൊക്കെ ഒന്നിൻ്റെ പിറകെ ഒന്നായി പൊട്ടിയിരിക്കുമ്പോൾ ഫൈനാൻസ് ചെയ്യാനായിട്ട് ആളില്ലാണ്ടായി. ഫൈനാൻസർ ഇപ്പോൾ പൈസ മുടക്കാൻ, സിനിമയ്ക്ക് പൈസ മുടക്കാൻ വെച്ചാൽ ഫൈനാൻസർക്ക് പേടിയാണ്. അവർക്ക് പൈസ തിരിച്ച് കിട്ടില്ല. പടം വിജയിക്കുകയോ പൊട്ടുകയോ നമുക്കറിയില്ല. ഒരു ചീട്ടുകളി പോലെയപ്പോൾ അത് അകത്തോ പുറത്തോ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഫൈനാൻസ് ചെയ്യാൻ ആളില്ല, ഗവൺമെൻറ് കയ്യിൽ നിന്ന് ഒരു സഹായമില്ല. വെറുതെ പ്രൊഡ്യൂസറുടെ ഷർട്ട് ഇട്ടുകൊണ്ട് പ്രൊഡ്യൂസർ നടന്നുകൊണ്ട് പ്രൊഡ്യൂസർക്ക് ഒരു കാര്യമില്ല. ഇപ്പം തന്നെ 1-2 പ്രൊഡ്യൂസർമാർ മരണത്തിൻ്റെ വക്കലാണ് നിൽക്കുന്നത്. ബെൻസ് കാറ്, വലിയ ബംഗ്ലാവ്, വലിയ ബിസിനസ് ഉണ്ടാകുന്ന പ്രൊഡ്യൂസർമാർ അതൊക്കെ വിറ്റ് അതൊക്കെ കടം തീർത്ത് ലാസ്റ്റ് ഇപ്പോൾ വിറക് വരയിലെ ജീവിക്കണമെന്ന് പറയുന്നത്. ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ സിനിമ എടുത്ത് അവർ മുന്നോട്ട് പോകും? ഈ സിനിമയുടെ നാശം തുടങ്ങുന്നത് എവിടെ നിന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൂപ്പർ താരങ്ങളാണ്. ഈ സിനിമ എടുക്കുന്ന നടന്മാരാണ് ഈ സിനിമയുടെ ഈ ശവപ്പെട്ടിയിലത്തെ ആദ്യത്തെ ആണി അടിച്ചത് അവരാണ്. അവർ സ്വന്തമായിട്ട് സിനിമ എടുക്കുമ്പോൾ അവരെന്തുണ്ടാവണം? ഇപ്പോൾ ഒരു സംവിധായകനായാലും ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആയാലും അതിൻ്റെ ടെക്നീഷ്യൻ ആയാലും ക്യാമറമാൻ ആയാലും അവർക്ക് ഭീമമായ തുക കൊടുത്തുകൊണ്ട് അവരെ കൊണ്ടുവരിക. പിന്നെ അവർ 2 പടം ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരു സാധാരണക്കാരനെ അയാളെ അവർ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവരും മേടിക്കുന്നത് 2 കോടി 3 കോടി രൂപയ്ക്കാണ് ഒരു ഡയറക്ടർ മേടിക്കുന്നത്, അതുകൊണ്ട് ക്യാമറമാൻ മേടിക്കുന്നത്. അവർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം? കാശ് മേടിച്ച് പടം വിജയിച്ചോ അത് പരാജയപ്പെട്ടോ എന്നൊന്നും അവർക്ക് അന്വേഷിക്കേണ്ട. അവർ മൂടും തട്ടി ഉടഞ്ഞ് അവരോട് പോവുക. അപ്പോൾ സിനിമയിലത്തെ കോസ്റ്റ് കൂടാനായിട്ട് ഏറ്റവും കാരണം ഈ സൂപ്പർ താരങ്ങൾ സ്വന്തമായിട്ട് സിനിമ പിടിക്കാൻ ഇറങ്ങിയതാണ്. അവരും കാശ് പോകുന്നുണ്ടാവാം, അവർക്ക് കാശ് കിട്ടുന്നുണ്ടാവാം. പക്ഷെ ഒരു പടത്തിൽ പോയാലും അവർ 10 പുറത്തുള്ള പടങ്ങൾ അഭിനയിച്ചാൽ ആ കാശ് തിരിച്ചു പിടിക്കും. ഈ പ്രൊഡ്യൂസർമാർക്ക് അത് തിരിച്ചു പിടിക്കാൻ പറ്റുന്നില്ല. OTT എന്ന് പറഞ്ഞൊരു സംഭവത്തിലേക്ക് ഇപ്പോൾ ഒരു സിനിമ അവരെടുക്കുന്നില്ല, ഓരോ OTT-കാരും എടുക്കുന്നില്ല. കാരണം എന്താണ്? OTT-യിൽ എടുത്തിട്ട് കാര്യമില്ല. OTT-യിൽ സിനിമ കാണാൻ ആളില്ല. ഈ ടെലിഗ്രാം പോലെയുള്ള ഒരു ആപ്പുണ്ട്. ആ ആപ്പിൻ്റെ ഉള്ളിൽ സിനിമ ഇറങ്ങി OTT-യിൽ എന്ന് റിലീസാവണോ അന്ന് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അവിടെ ഫ്രീ ആയിട്ട് കാണാം. പിന്നെ OTT-യിൽ കാശ് കൊടുത്ത് നമുക്ക് കാണേണ്ട കാര്യമില്ലല്ലോ. മോഹൻലാലിൻ്റെ പടം പോലും OTT-യിൽ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജൂൺ 1 മുതൽ നമ്മുടെ പ്രൊഡ്യൂസർമാർ ഇനി ഒരു സിനിമ എടുക്കാനായിട്ട് തയ്യാറല്ല. അവരെല്ലാം സ്റ്റോപ്പ് ചെയ്യുക, ഷട്ട് ഡൗൺ ചെയ്യാൻ അവരിനി സിനിമ ചെയ്യുന്നില്ല. ഇങ്ങനെ സിനിമ ചെയ്തുകൊണ്ട് അവരൊക്കെ ഈ ആത്മഹത്യ ചെയ്യാനും അവരെ സമ്പാദ്യം നഷ്ടപ്പെടുത്താനും അവർ ഉദ്ദേശിക്കുന്നില്ല. തിയേറ്ററിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 പേരെ പോലെ ഒരു റിലീസിംഗ് പടത്തിന് മമ്മൂട്ടിയുടെയോ മോഹൻലാലിൻ്റെയോ ദിലീപിൻ്റെയോ സുരേഷ് ഗോപിയുടെയോ അതുപോലെ ടൊവിനോയുടെയോ ഇങ്ങനെയുള്ള ആൾക്കാരെ അല്ലെങ്കിൽ നമ്മുടെ ദുൽഖർ സൽമാൻ്റെയോ പടങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് ഒരു സിനിമാ തിയേറ്ററിൽ പടം റിലീസായി കഴിഞ്ഞാൽ മാറ്റിനി കളിക്കുന്നത്. അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം പോലും 10 പേരെ പോലും കിട്ടാണ്ട് തിയേറ്ററുകാർ അതിനേക്കാളും കഷ്ടത്തിലാണ് കിടക്കുന്നത്. അവർക്ക് AC ഇടണ്ടേ, അവർക്ക് ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കണ്ടേ, അവർക്ക് ടാക്സ് കൊടുക്കണ്ടേ? അതിന് പോലും അവർക്ക് കാശില്ല. കറണ്ടിൻ്റെ കാശാണെന്ന് വെച്ചാൽ അടിക്കടി സ്ലാബ് മാറിക്കൊണ്ടിരിക്കുന്നു, കാശ് കൂടിക്കൊണ്ടിരിക്കുന്നു. സിനിമ തിയേറ്ററുകാർ അതിനേക്കാളും കഷ്ടമാണ്. ആകെ കേരളത്തിൽ 175 തിയേറ്ററുകളെ. ആ 175 തിയേറ്ററിൽ ഒരു പടം റിലീസായി കഴിഞ്ഞാൽ പകുതി സ്ഥലത്ത് മാറ്റിനി കളിക്കുന്നില്ല. പിന്നെ വെള്ളി ശനി ഞായർ പണ്ടത്തെ തിയേറ്ററിലൊക്കെ എഴുതിക്കും, വെള്ളി ശനി ഞായർ മാറ്റിനി ഇടുന്ന എഴുതിയേക്കും. അതേപോലെ വ്യാഴം വെള്ളി ശനി ഞായർ മാത്രം തിയേറ്ററിൽ ഒരു 10 ആൾ കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ തിയേറ്റർ മാറ്റിനി ഇല്ലാണ്ട് പൂട്ടിയിടുക. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ഈ സിനിമാ വ്യവസായം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു സഹായവും ഇല്ല. ടാക്സ് ആണെന്നുണ്ടെങ്കിൽ കുന്നുപോലെ നമ്മുടെ ഗവൺമെൻറ്റിന് കൊടുക്കുന്നുണ്ട്. 10 പൈസ മുടക്കാണ്ട് എല്ലാ തിയേറ്ററിൽ നിന്നും നല്ല ടാക്സും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സിനിമാ രംഗം കൊണ്ടുപോകാനായിട്ട് പ്രൊഡ്യൂസർമാർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അവരടുത്ത് തന്നെ ഒരു സൂചന പണിമുടക്ക് വയ്ക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജൂൺ 1 മുതൽ അവർ കംപ്ലീറ്റ് പരിപാടി നിർത്തുക. ഇനി അവർ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇനി അവർ ഇറച്ചി കച്ചവടത്തിന് പോയി കഴിഞ്ഞാൽ അതിന് ഇറക്കിയ മുതൽ കിട്ടും. അതുപോലെ തന്നെ ഒരു കോഴി കച്ചവടം അല്ലെങ്കിൽ ഇറക്കിയ മുതൽ കിട്ടും.
ഇതൊരു കാരണവശാലും തിരിച്ചു വരാൻ കിട്ടില്ല എന്നുള്ള നിലയിലാണ് ഇപ്പോൾ സിനിമ പിടിക്കുന്നത്. അങ്ങനെ സിനിമ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പണ്ടത്തെ പോലെ കള്ളപ്പണം എടുത്തിട്ട് കളിക്കാനൊന്നും പറ്റില്ല. കള്ളപ്പണമൊക്കെ വെളുപ്പിക്കാൻ സിനിമാ രംഗം ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോൾ അത് നടക്കില്ല. ഇപ്പോൾ ഒക്കെ അവിടെ ഭയങ്കര വാച്ചിങ് നടക്കുന്നുണ്ട്. അപ്പോൾ അതും ശരിയാവില്ല. സ്വന്തമായി ബാങ്കിൽ കാശുണ്ടെങ്കിൽ മാത്രം നമ്മൾ സ്വന്തമായി സ്ഥലം മറ്റുള്ള ആളുകൾക്ക് വിറ്റിട്ട് സിനിമ പിടിച്ചിട്ട് അവിടെ നിന്ന് കട്ടയും പടം മടക്കി കയറുമ്പോൾ തൂങ്ങാനായിട്ട് പ്രൊഡ്യൂസർമാർ ഇനി തയ്യാറല്ല. അപ്പോൾ സിനിമ രംഗം സ്തംഭിക്കാൻ പോവുക, സിനിമ വ്യവസായം തന്നെ നിൽക്കാൻ പോവുക. ജൂൺ 1 മുതൽ നമുക്ക് എന്താണ്ടാവുക നമുക്ക് കണ്ടറിയാം. അല്ലാണ്ട് ഇപ്പോൾ എന്ത് പറയാനാ? നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സിനിമേനെ, സിനിമ എന്നും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. നമ്മുടെ കാലഘട്ടത്തിൽ ആ സിനിമ നിൽക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട്. ഗവൺമെൻറ് എന്താ അവർക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അവരൊരു കളക്ട്രേറ്റ് പിക്കറ്റിങ് വെച്ചിട്ടുണ്ട്, ധർണയൊക്കെ വെച്ചിട്ടുണ്ട്. അത് കഴിയുമ്പോൾ ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമ പ്രൊഡ്യൂസർമാർക്ക് ചെയ്തു കൊടുക്കുക, സിനിമ വ്യവസായത്തിന് ചെയ്തു കൊടുക്കുക. ഇത്ര നമുക്ക് പറയാനുള്ളൂ. നമ്മളൊരു എളിയ കലാകാരൻ എന്നുള്ള നിലയിൽ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.